വാട്ട് ഈസ് സിസ്റ്റം 1? എന്താണ് ഈ S1 എന്ന് പറയുന്ന ആസ് പെർ ഡാനിയൽ എന്താണത്? 2 ആവശ്യങ്ങൾക്കാണ് മനുഷ്യൻ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒന്ന് പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. സിസ്റ്റം 2 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ശ്യാം, യെസ്. ശ്യാം എപ്പോഴും ബുക്കുകളെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതെ. പക്ഷെ ചില ബുക്കുകളെ കുറിച്ച് ഒത്തിരി നേരം സംസാരിക്കും, ഒത്തിരി വട്ടം സംസാരിക്കും. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ഒരു ബുക്കുകളിലൊന്നാണ് ദിസ് ബുക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഡാനിയൽ കാൻമാൻ എഴുതിയ ഈ ബുക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു ബുക്കാണ്. അതെ അതെ അതെ. അപ്പോൾ ബുക്കിൻ്റെ പുറത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് ശ്യാം എത്തിച്ചേർന്നത്. എൻ്റെ ഈ ബുക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? വാട്ട് ഈസ് ദാറ്റ് you found in this book that made that difference? I think ലിജിൻ്റെ അവസാനത്തെ ചോദ്യം എനിക്ക് ആദ്യം ഉത്തരം പറയാം. I think I found my life in it. അപ്പോൾ ഇതിൽ ഓരോ പേജ് വായിക്കുമ്പോഴും എന്നെ തന്നെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു കഥയുണ്ട്. കാരണം നമ്മൾ ആ ലൈഫ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവല്ലോ. നമ്മൾ ജീവിതത്തിൽ ഏകദേശം പൊട്ടി നശിച്ച് നാറാണക്കല്ലെടുത്തുനിന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ഒരു സമയം. എന്നാൽ നമ്മൾ നല്ലവണ്ണം വിജയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ കൺതുറന്നിങ്ങനെ നോക്കുന്ന ഒരു സമയം. ആ ഒരു ചോദ്യം എപ്പോഴും ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ലിജൻ. കാരണം ചില ആളുകൾ മാത്രം ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു, അവർ വിജയിക്കുന്നു. എന്നാൽ കൂടുതൽ പേർക്കും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു പരാജയത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള സമയത്താണ് എനിക്ക് അതിനെ പറ്റിയിട്ട് എങ്ങനെയായിരിക്കാം, എന്തായിരിക്കാം അതിൻ്റെ ഒരു പുറകിൽ. പക്ഷേ ഞാൻ അന്നൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഫാക്ടർ അതിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫൈനാൻസ് ആയിക്കോട്ടെ, നമ്മൾ ലൈഫിൽ ഏത് ആസ്പെക്ട് എടുത്താലും അതിലൊരു സക്സസ്ഫുൾ ആവാനായിട്ട് നമ്മളൊരു നല്ലൊരു സ്ട്രോങ് റെസിലിയൻ മൈൻഡ് ഉണ്ടാവണം. നമ്മളെപ്പോഴും അതിനെപ്പറ്റി പറയാറുണ്ട്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഒരിക്കൽ ടോണി റോബിൻസിൻ്റെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ തിങ്ക് അവേക്കൻ ദ ജെയിൻ വിത്തിൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പുസ്തകം. അപ്പോൾ ആ പുസ്തകം പറയണത് നമ്മൾ ലൈഫിൽ എവിടെയാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയാണ്. പിന്നെ എനിക്ക് ക്യൂരിയസ് ആയിരുന്നു എങ്ങനെയാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനങ്ങളാണല്ലോ നമ്മളെ നല്ല സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ആ പുസ്തകത്തിൽ തന്നെ നല്ലൊരു കോട്ട് ഉണ്ട് അതിൽ. അത് മാൻ ഈസ് ബോൺ ടു ലിവ് നോട്ട് ടു പ്രിപ്പയർ ടു ലിവ്. നമ്മൾ ജനിച്ചേക്കണത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അല്ലാതെ നമ്മളെ ജീവിക്കാൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത്. അതായത് നമ്മൾ ജീവിക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും, എന്നാൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോവാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു രസമായി പോയി. അല്ലെങ്കിൽ അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ് ശരിയാണല്ലോ, നമ്മൾ ജീവിക്കണതും ജീവിക്കാൻ തയ്യാറെടുക്കുന്നതും രണ്ടാം. നമ്മൾ കുറേ പഠിക്കുന്നു, നേടുന്നു, അത് ചെയ്യുന്നു, പക്ഷെ അവിടെ ഒന്നും നമ്മൾ ജീവിക്കണില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കയറി അതിനെ തപ്പി എത്തിപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു പുസ്തകം എനിക്ക് എൻ്റെ കുറച്ച് റീഡിങ് ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തതാണ്, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. വായിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല. കാരണം മനുഷ്യൻ ചിന്തിക്കണത്, ഇപ്പോൾ ഈവൻ നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയണത് അവിടെ ഇരുന്ന് നമ്മുടെ ഓഡിയൻസ് കേൾക്കുവാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ജീവിതവും നമ്മളുടെ ചിന്താഗതി നമ്മളുടെ കയ്യിലാണെന്നാണ്. ഒരു പരിധി വരെ നമ്മളുടെ കയ്യിലാണെന്നാണ്. ഇപ്പോൾ ലിജിൻ വിശ്വസിക്കുകയാണ് ലിജിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നല്ല ചൂടാണ്, നല്ല ചൂടത്ത് മാങ്ങ ഒത്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു മാങ്ങ പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കും, ഒരു മാവിന്ന്. ആ മാങ്ങ അതിനെ നമ്മൾ അമ്മിയിലെങ്ങാനും കുത്തി ചതച്ച് കുറച്ച് ഉപ്പും കുറച്ച് മുളകും കൂട്ടി നമ്മളൊന്ന് ക്രിസ്പി പോലെ നമ്മളെടുത്ത് വായിൽ വെച്ച് കടിക്കുകയാണെന്ന് ലിജിനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ലിജിന് മാങ്ങയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വായിൽ വെള്ളം വരുന്നുണ്ടാവായിരിക്കാം. വെള്ളം വന്നു. അപ്പോൾ ലിജിൻ്റെ തോട്ടിന് കൺട്രോൾ ചെയ്യണത് ഈ സമയത്ത്. ഇപ്പോൾ ഈ മൊമെന്റിൽ ലിജിൻ്റെ ബോഡിയിൽ റിയാക്ഷൻ വന്നു. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കണുള്ളൂ. അപ്പോൾ ഇത്തരം ഒത്തിരി ചിന്തകളും ചിലപ്പോൾ നമ്മുടെ ലൈഫിലും നമ്മുടെ മൈൻഡിലൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്, ഇല്ലേ? ഇപ്പം നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വായിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും, അവർക്ക് ആ ഫീൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അവൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ഒരു വലിയ ബുക്കാണ് ലിജിൻ്റെ. ഒരു 600-600ഓളം പേജ് തന്നെയുണ്ട് ബുക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിക്കാനായിട്ട്.
പക്ഷെ നമ്മൾ വായിക്കും തോറും നമുക്ക് നമ്മളെ കാണാൻ പറ്റും, നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം ആ ഒരു ഇതിൽ ബുക്കിൻ്റെ. ബുക്ക് ബേസിക്കലി അത് ഇങ്ങനെയാണ് പറയേണ്ടത്. നമ്മുടെ ലൈഫ്, നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഒന്ന് ഒരു S1 സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം 1 എന്ന് പറയുന്നതും സിസ്റ്റം 2 എന്ന് പറയുന്നതും. സിസ്റ്റം 1 നമ്മുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് അങ്ങനെയൊക്കെ പറയണ ഒരു ബ്രെയിൻ പാർട്ടാണ്. സിസ്റ്റം 2 എന്ന് പറയുന്നത് നമ്മൾ അനലിറ്റിക്കലി നമ്മൾ ചിന്തിപ്പിച്ച് നമ്മൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് ചിന്തകളും തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു കഴിവിനാണ് സിസ്റ്റം 2 എന്ന് പറയുന്നത്. അതാണ് ബേസിക്കലി ആ പുസ്തകത്തിൽ പറയുന്നത്. അത് എങ്ങനെ നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യണു, നമ്മുടെ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇമ്പാക്ട് ചെയ്യണു, അതാണ് അതിൻ്റെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ. സിസ്റ്റം 1 സിസ്റ്റം 2 എന്ന് പറയുമ്പോൾ അത് വെരി അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ നമുക്ക് എന്താണ്. സോ വാട്ട് ഈസ് സിസ്റ്റം 1? എന്താണ് ഈ S1 എന്ന് പറയുന്നത് ആസ് പെർ ഡാനിയൽ? എന്താണത് സിസ്റ്റം 1 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഈസി ബ്രെയിൻ എന്ന് പറയാം. നമ്മുടെ ബ്രെയിൻ പൊതുവെ ഒരു മടിയനാണല്ലോ, നമ്മളുടെയൊക്കെ പോലെ. നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇഷ്ടമില്ല. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം ഒരു മനുഷ്യന് ഏകദേശം 35,000-ഓളം ഡിസിഷൻസ് എടുക്കേണ്ടതെന്നാണ് പറയണത്. അതിലെ 95 മുതൽ 98% വരെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളുടെ ഒരു ഫീലിങ്സ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ നമ്മളുടെ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് എടുക്കുന്ന കുറേ തീരുമാനങ്ങൾ, നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിജൻ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ലിജൻ അറിയാൻ നേരെ പോയിട്ട് ചിലപ്പോൾ ബ്രഷ് ചെയ്യണം എന്നുള്ളത്. അതിൽ നമ്മൾ ചിന്തിക്കണില്ല, യു ഡു ഇറ്റ്. അതൊരു ഹാബിറ്റ് പോലെ. അപ്പം ലിജിൻ അവിടെ നിന്ന് ചെല്ലുന്നു, ബ്രഷ് എടുക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിജിൻ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊന്നും നമ്മൾ ആരും ഒന്നും പറയിപ്പിക്കണ്ട. ലിജിൻ ഓർത്തെടുക്കുന്നു വേണ്ട. ആ നേരം ചിലപ്പോൾ ലിജിൻ്റെ ഷർട്ട് ഇന്നൊരു പരിപാടിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഏത് കളറാണ് ഷർട്ടാണ് ഇടേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് ചിന്ത വേണ്ട സാധനം. അപ്പോൾ ലിജിൻ ചിലപ്പോൾ ആലോചിക്കും, ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവാം, ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇടണം. അപ്പോൾ അതിനൊക്കെ മനുഷ്യന് എപ്പോഴും എളുപ്പവഴികളുണ്ട്, നമ്മൾ അറിയാണ്ട് കിടക്കുന്ന എളുപ്പവഴികളുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ബേസിക് റുട്ടീനിൽ കുറേ തീരുമാനങ്ങൾ എടുക്കണ പോലെ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ഒരാൾ നമ്മളടുത്ത് ഹവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റൈറ്റ് ആൻസർ ഉണ്ട്. ആത്മാർത്ഥമുള്ള ആൻസർ ഒന്നും അല്ല, നമ്മൾ പറയാം കുഴപ്പമില്ല, സുഖമായിരിക്കും, ഗുഡ് ആണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വർക്കിലാണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോ പൈലറ്റ് പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിജിൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മളൊരു വളരെ തുറസായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൂടെ നമുക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒത്തിരി ചിന്തയൊന്നും ആവശ്യമില്ല, അങ്ങോട്ട് പൊക്കോളും. സ്ഥിരമായിട്ട് ഓടിക്കുന്ന വഴിയാണെങ്കിൽ അതാണ് ബേസിക്കലി സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രൈറ്റ് അവേ ലിജിൻ ഒരു കാര്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിജിൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ലിജിൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു പോർഷൻ തന്നെ കാണിച്ചുതരാം. ഇതൊന്ന് ലിജിൻ ഒന്ന് നോക്കിക്കേ. ഇത് ലിജിൻ കാണുമ്പോൾ ലിജിൻ എന്താ തോന്നുന്നത്? ഒച്ചയെടുക്കുന്നതായിട്ട് ആള് ആണാണോ പെണ്ണാണോ? അല്ലെങ്കിൽ എന്താ ലിജിൻ അതിനെ ഒബ്സർവ് ചെയ്യണം എങ്ങനെയാ? അങ്ങനെ പ്രത്യേകിച്ചൊരു ഒബ്സർവേഷൻ പെണ്ണാണെന്ന് തോന്നുന്നു. ഒച്ചയെടുക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. എന്തിനായിരിക്കാം ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ആരോ എന്തോ ചെയ്തിട്ടാണ്, നോക്കിക്കൊണ്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ലിറ്ററലി നമ്മുടെ ആ സിസ്റ്റം 1 എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം കാണുമ്പോൾ ലിജിൻ ഒരു കഥ ഉണ്ടാക്കുകയാണ്. ലിജിൻ അറിയില്ല അത് എന്താണെന്നോ ആരാണെന്നോ, അത് ദേഷ്യപ്പെട്ടിരിക്കുന്നതാണോ, അത് ആരെങ്കിലും വരച്ചിട്ടുള്ളൊരു പിക്ചറാണോ. പക്ഷെ നമ്മൾ നാച്ചുറലി നമ്മൾ അതിനെ ഇപ്പോൾ ലിജിൻ പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കണു, ആരോ എന്തോ പറഞ്ഞിട്ട് ഒച്ചയെടുക്കാൻ പോണ പോലെ പറയുന്നു. ഇതിനൊന്നും ഒരു എവിഡൻസ് ഒന്നുമില്ല, നമ്മൾ പറയാണ്, നമ്മൾ അസ്യൂം ചെയ്യാണ്. കാരണം ലിജിൻ അത് കംഫർട്ടബിൾ. അപ്പോൾ അത് ലിജിൻ ഇത്തിരിയും കൂടി അതാണ് സിസ്റ്റം 1 ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമ്മളൊരു സാധനം കാണുമ്പോൾ നമ്മുടെ അതുവരെയുള്ള ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതുവരെ കേട്ട കഥകളെ കൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മളുടെ ബ്രെയിൻ നമ്മളോട് തന്നെ ഒരു കഥ പറയാണ്. ഒരു സ്ത്രീയാണ് ദേഷ്യപ്പെട്ടിട്ട് അറിയിക്കുന്നത്, ഒരു എവിഡൻസും ഇല്ല, പക്ഷെ നമ്മളത് അങ്ങോട്ട് പറഞ്ഞാളെ. ഇങ്ങനെ ഒരു അനുഭവം ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇതേപോലത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഉണ്ടാവായിരിക്കും. അല്ലെങ്കിൽ ലിജിൻ ചിലപ്പോൾ എവിടെന്നെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെല്ലാം ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അത് സത്യമായിക്കോണമെന്നില്ല, നമുക്ക് അത് ദേഷ്യപ്പെടുന്നതായിരിക്കില്ല. അപ്പൊ ആ ലേഡീനെ ചിലപ്പോൾ എന്തെങ്കിലും ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കാൻ വരുമ്പോൾ ഓടണതായിരിക്കും, നമുക്കറിയില്ല. അതും ഞാൻ ഉണ്ടാക്കുന്ന കഥയാണ്. അപ്പൊ എന്റെ ബ്രെയിൻ എനിക്കതിനൊരു എവിഡൻസും ഇല്ല. അപ്പൊ ഇത്തരം കുറെ കാര്യങ്ങളും നമ്മളുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരാളെ വെറുതെ ഒരാളെ നിൽക്കുന്ന കണ്ടെന്ന് ജഡ്ജ് ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു മുഖം ദേഷ്യപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഇതിനെ അസ്യൂം ചെയ്യാണ്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണ്, അവൻ എന്തോ കുഴപ്പമുണ്ട്, നമ്മൾ ചിന്തിക്കില്ലോ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ജഡ്ജ് ചെയ്യണത് അങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ജഡ്ജ്മെന്റ്, നമ്മൾ അറിയാണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത്, ആരും ഇൻവോളണ്ടറി ആയിട്ട് ആളുകളെ പറ്റി കഥകൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയുന്നത്. എനിക്കൊന്ന്
മിക്ക ആളുകൾക്കും അതുണ്ട്, എല്ലാവർക്കും അതുണ്ട് അല്ലേ? നമുക്കതില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യണോ, എത്രത്തോളം പേസ്റ്റ് എടുക്കണം, നമ്മൾ കോംപ്ലക്സ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കോംപ്ലക്സ് ആവും. പക്ഷെ അതൊരു സർവൈവലിന്റെ മോഡും കൂടെയല്ലേ നമ്മൾ ആലോചിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരാളുടെ മോഹം കണ്ട് ഓക്കെ ഇയാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, എന്നെ അറ്റാക്ക് ചെയ്യാൻ ഒരു നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാലോ ഒരു സർവൈവൽ അല്ലേ? ആണ് കാരണം അത് ചിലപ്പോൾ നമ്മളുടെ മനുഷ്യന്റെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇവല്യൂഷനിൽ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളൊരു ഇമോഷണൽ ഹണ്ടർ ഗാദേഴ്സ് ആണ്, നമ്മളൊരു ഇമോഷണൽ ആനിമൽസ് ആണ് എന്തായാലും. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ ഒരു ടോണി റോബിൻസ് ഒക്കെ പറയുന്ന പോലെ നമ്മൾ 2 ആവശ്യങ്ങൾക്കാണ് മനുഷ്യൻ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒന്ന് പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ അതേപോലെ തന്നെ നമുക്ക് പ്ലഷർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മൾ സന്തോഷം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഇതാണ് മനുഷ്യൻ്റെ തീരുമാനത്തിൻ്റെ ബേസിക് എന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് കൂടി ഒരു സയൻറ്റിഫിക്കലി ഒരു സൈക്കോളജിക്കലി എക്സ്പെരിമെൻറ്റുകളെല്ലാം ചെയ്തിട്ട് ആണ് ഡാനിയൽ കൻമൻ ഇതിൽ പറഞ്ഞേക്കുന്നത്. ടോണി റോബിൻസ് ബുക്ക് വെച്ചാൽ നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് പുള്ളിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നതെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് ആണ്. അപ്പം ഇത് ഈസ് ഇറ്റ് ഗുഡ്? ലൈക്ക് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പം ഞാനാണെങ്കിലും പുറകോട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്തകളെല്ലാം അതിൽ ബേസ്ഡാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ജനലുണ്ട്, ജനലയുടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു മഞ്ഞ, ഞാനിന്ന് ഈ മുറിക്കകത്ത് കയറി ഇപ്പോൾ ഒരു മഞ്ഞ ചാക്കിങ് അടുക്കി വെച്ചാൽ കണ്ടു. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം പോയത് ഇത് സാൻഡ് ബാഗ് ആണ്, ഇപ്പോൾ എവിടെയെങ്കിലും ഹെൽപ്പിന് വേണ്ടി ഇവിടെ വെച്ചേക്കുന്ന ആയിരിക്കും അങ്ങനെ പറഞ്ഞ് അങ്ങനെ കഥ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അത് ബാഡാന്നാണോ? അത് ബാഡല്ല, പക്ഷേ നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് ആ ഒരു സിസ്റ്റം ലെവൽ, അതായത് അനലിറ്റിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാത്ത ആളുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കഥ ലിജിൻ അത് ഉണ്ടാക്കിയതുകൊണ്ട് ലിജിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങളെ നമ്മളിപ്പോൾ ഒരാളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാണ്. അപ്പോൾ അത് ഒരു സോർട്ട് ഓഫ് ജഡ്ജ്മെന്റ് ആണ്. ലിജിൻ തോന്നുകയാണ് അതെന്തിനാണ് അത് കഥ, യു തിങ്ക് ദാറ്റ് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അതിൽ എന്തെങ്കിലും അപകടം പതുങ്ങിയിരിക്കണതെന്ന് നമ്മളറിയാം. ലിജിൻ ചിന്തിക്കണതാണ് വെറുതെ. അങ്ങനെ ഒരു കഥകളെ കൊണ്ട് മെനഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജ്മെന്റ് അങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ലിജിനി ഈ ചേച്ചിയുടെ ഫോട്ടോ കാണുമ്പോഴേക്കും പറഞ്ഞു ചേച്ചി അത് നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, നമ്മുടെ ബേസിക്കലി നമ്മുടെ ഉള്ളിൽ ഉള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് ബാഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കുറേ പണി കിട്ടും. ഇപ്പം നമ്മളങ്ങനെ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് കളയും. അതിലൊരു ഫെമിലിയാരിറ്റി പ്രിൻസിപ്പിളിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് നമ്മൾ വിചാരിക്കുകയാണ് അയാൾ ട്രസ്റ്റബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് നല്ല ഗെറ്റപ്പ്, അത്യാവശ്യം നോളജ് ഉള്ള ഒരാളാണത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് പണി കിട്ടി തുടങ്ങും. ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്നതാണല്ലോ. ഇപ്പോൾ ലിജിന് ഈ പടം കണ്ടപ്പോൾ തന്നെ വിശ്വസിച്ചു. ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് മോളിൽ കടകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ലിജിനൊരു സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ പറയുന്നതിന് കഴിഞ്ഞ ആഴ്ച ഒരു 6000 രൂപയായിരുന്നു, ഇന്നിപ്പോൾ 4000 രൂപയാണെന്ന് പറയുമ്പോൾ ലിജിന് അതിൽ ക്ലിക്കായി. അവൾ കൊള്ളാലോ, അതെനിക്ക് ഓഫറാണല്ലോ, അത് ലാഭമാണല്ലോ. പക്ഷെ അത് ചിലപ്പോൾ 6000 രൂപേനേക്കാളും ഈ സാധനത്തിന് 4000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് 3000 രൂപ വില ഉണ്ടാവുള്ളൂ. വേറൊരു സ്ഥലത്ത് ഇതിലും വില കുറവായിരിക്കും. നമ്മളത് അറിയാണ്ട് പെട്ടെന്ന് പോയിട്ട് മേടിച്ച് കളഞ്ഞായിരിക്കും. അപ്പം നമ്മൾ അങ്ങനത്തെ കുറേ ട്രാപ്പുകളിൽ പോയി പെടും. നമ്മൾ ഓരോരുത്തരെ കാണുന്ന രീതിയും മാറിപ്പോകുമല്ലോ. ഇപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 1-2 പേരെ ജഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് ട്രൂ. ഇപ്പോൾ ഡാനിയൽ കൻമൻ പറയണത് ഇത്തരം ഈ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യണത് കൊണ്ട് ബേസിക്കലി നമ്മുടെ ബ്രെയിൻ എനർജി സേവ് ചെയ്യാണ്. കാരണം നമുക്ക് മെനക്കെടാൻ വയ്യ. അപ്പം ഞാനിതിനെ അനലിറ്റിക്കലി ചിന്തിക്കണമെങ്കിൽ അത് കോംപ്ലക്സാണ്. അപ്പം ഞാൻ ലിജിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിജിൻ ഈ ചേച്ചീനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ലിജിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കണം 33 ഒരു 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലിജിന് അതിന് ആൻസർ തരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പറ്റും, പക്ഷേ പെട്ടെന്ന് പറ്റില്ല. ഈ കഥ ഉണ്ടാക്കണ അത്ര എളുപ്പമല്ല അല്ല. അപ്പോൾ അതൊരു നെക്സ്റ്റ് ലെവൽ തിങ്കിങ്ങാ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ രണ്ട് തരത്തിലും നമുക്ക് പ്രോസസ്സ് ചെയ്യണം നമുക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ കാണുന്ന പെട്ടെന്ന് നമ്മൾ ഇമോഷണലി കാണുന്ന ആളുകൾക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ ഷോപ്പിങ്ങുകൾ നമ്മൾ കുറേ പഠിച്ചുകൊണ്ടിരിക്കുന്നവ. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ വർക്ക് ചെയ്യണത്. അതിൻ്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. ഒരാളെ ഒരു സാധനം നമ്മൾ സ്ഥിരം കാണിച്ച്, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളി നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ TV കാണുമ്പോൾ ഒരേ പരസ്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും.
ഇപ്പോൾ ഒരു പെപ്സിയുടെ പോലെ ആ കളി തീർന്നതിനുള്ള വേറെ പരസ്യം ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ആ പരസ്യം തന്നെയായിരിക്കും. അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്കത് മനസ്സിലായി, നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ്, ട്രെയിൻ ചെയ്യുകയാണ്. എന്തൊരു സംഭവമാണെന്നുള്ളത് അല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒത്തിരി റിസ്ക് ഒന്നും എടുക്കില്ല. കാരണം ഓക്കെ, ഇതിന് എന്തെങ്കിലും കാണുമ്പോഴേക്കും അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കും. ആ കഥയെന്ന് നമുക്കിനി ഓക്കെ, ആ കഥ ഞാൻ ഇപ്പം കഥകളിൽ ഒത്തിരി വിശ്വസിക്കുകയും ചെയ്യും ഇത്തരം ആളുകൾ, അല്ലെങ്കിൽ ആ സിസ്റ്റം 1 ഉപയോഗിക്കുന്ന ആളുകൾ. ഇപ്പം ഞാൻ പറയുകയാണ് ലിജിൻ്റെ അടുത്ത്, ഞാൻ കഴിഞ്ഞ തവണ ഒരു ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടി, വേണമെന്ന് നോക്കിയപ്പോൾ ലിജിന് തോന്നുന്നു കൊള്ളാലോ, എന്നാൽ ലോട്ടറി എടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 10 രൂപ കിട്ടുമ്പോൾ 20 രൂപ കിട്ടി. അപ്പോൾ ലിജിൻ വേറെ അതിൻ്റെ ഒരു എവിഡൻസ് ഒന്നും നോക്കില്ല, വരും വരായികളെ പറ്റി ആലോചിക്കില്ല. അല്ലെങ്കിൽ ഞാൻ ലിജിനെ തീരുമാനം ചിലപ്പോൾ എടുത്ത് കളയും. അതായത് കാരണം പണി മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് പണികൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചില ആളുകളെ ആലോചിക്കുമായിരുന്നു. ഓക്കെ, അല്ല അങ്ങനെ മറ്റുള്ളവർ ചെയ്തത് കൊണ്ട് നമ്മൾ ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഉറപ്പായിട്ടുണ്ട്, 100% ഉണ്ട്. നമുക്ക് അറിയണ്ടാവില്ല അതിനെ പറ്റിയിട്ട്, എന്നാലും നമ്മൾ ചെയ്ത് കളയും. ഓക്കെ, എന്നാൽ പോയി തട്ടിയേക്കാം. ഡയറ്റ് ഒക്കെ അങ്ങനെയാണല്ലോ, ഇപ്പം അതെല്ലാം ഇൻഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണല്ലോ, മറ്റേ ഈ ഒരു വെൽനെസ്സും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനകത്തൊക്കെ നമ്മൾ എവിടെ പോയി ചോദിച്ചാലും കിട്ടുന്നതല്ല, ഇന്ന ആൾ 3 ആഴ്ചയും കൊണ്ട് 50 കിലോ കുറച്ചു, 15 കിലോ കുറച്ചു, നിങ്ങളിത് ഷാമിനകത്ത് കിട്ടിയതല്ലേ, സൈനപ്പ് ചെയ്തോളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ നടക്കണ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കൊള്ളാലോ, മേടിച്ചേക്കാം, ഒരു മാസം പട്ടിണി കിടക്കണം എന്നുള്ളതല്ല. അല്ലെങ്കിൽ അവൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ജിമ്മിൽ പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് എക്സസൈസ് ചെയ്യണം, അത് നമ്മൾ കാണില്ല. അപ്പം നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമ്മൾ ഈ മാർക്കറ്റിംഗ് ബേസിക്കലി ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്തരം ആളുകളാണ് ബേസിക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവരൊത്തിരി ചിന്തിക്കില്ല, അവർക്കൊരു പ്രശ്നം വരികയാണ്, അവർ നേരെ പോയി വാങ്ങുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ വരും വരായികകളെ പറ്റിയിട്ട് ചിന്തിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അതാണ് ഈ ഇക്കോണമി നമ്മൾ യൂസ് ചെയ്യണത് അങ്ങനെയാണ് പല രീതിയിൽ. ഇപ്പോൾ നമ്മൾ ചതിക്കപ്പെടാത്ത ആളുകൾ, കാരണം ഒരാൾ കരഞ്ഞ് കാണിച്ചാൽ നമ്മൾ വിശ്വസിക്കും. കാരണം നമ്മൾ അതിൻ്റെ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നത് നമ്മൾ ആലോചിക്കില്ല. നമ്മളൊരു ഇമോഷണലി അങ്ങോട്ട് വീഴാണ് അതിൽ. അപ്പം അതാണ് ആ ഒരു സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ അവരറിയുന്നുണ്ടോ അവരിത് ഇതിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്? ഇല്ല, അവരറിയില്ല. അതാണ് ഇതിൻ്റെ അപകടം. ഓക്കെ, ഇപ്പം ഞാനും ലൈഫിൽ അങ്ങനെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ തോന്നും ഇത് കൊള്ളാലോ എന്ന് തോന്നും, അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും. ഇപ്പോൾ ഒരു സാധനം, ഒരു ബുക്ക് കാണുമ്പോൾ ഒക്കെ ഞാൻ ഇപ്പോൾ ഒരു കാലത്ത് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് കൊള്ളാലോ, എല്ലാവരും പഠിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്നാൽ ഞാനും പോയേക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പണിയുണ്ട്. പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം 2 ഉപയോഗിക്കണം. സിസ്റ്റം 2 ഉപയോഗിക്കാൻ മടിയാ, ബുദ്ധിമുട്ടാ, ബ്രെയിൻ സമ്മതിക്കൂല, ഇതേ ബുദ്ധിമുട്ടാ. അപ്പം നമ്മൾ പതുക്കെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരും. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സ്കില്ലുകൾ ഇത്തരം ആളുകൾ പഠിക്കില്ല. നമ്മൾ ചെല്ലുന്നു ഒരു ബ്രെയിനിൻ്റെ ഒരു ഈസി ബ്രെയിനാണ് ഇത്. നമ്മൾ കുഴികളിൽ ചാടുന്നത് ഇതുകൊണ്ടാണ് ബേസിക്കലി. എനിക്കൊന്നും ഈ സിസ്റ്റം ഇപ്പം നല്ലതും ഇതിനകത്തൊരു നല്ല ഭാഗമുണ്ടോ? ഇതിന് നല്ല ഭാഗമുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പം ലിജൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രഷ് ചെയ്യണമെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനം എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് അങ്ങനെയും പറയാം. കാരണം ഇത് ലിജിന് അറിയില്ല. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കാല സമയം ലിജിനൊന്ന് ആലോചിക്കുക, ശരിക്കും എന്തൊരു കോംപ്ലക്സ് ആയിരുന്നു ആ സമയം. നമുക്ക് ക്ലച്ച്, ഗിയർ, ബ്രേക്ക് എല്ലാം ചിന്തിച്ചു കുറേ കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മൾ ചെയ്ത് നമുക്കത് റുട്ടീനായി. ഇപ്പം ലിജിൻ നമ്മൾ നമുക്കൊരു ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. നമുക്ക് തിരക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ബ്രെയിൻ എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് സ്വപ്നം കണ്ട് വണ്ടി ഓടിക്കാറുണ്ട് ഇല്ലേ? ഇപ്പം ഇവിടെയൊക്കെ നമ്മളെപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ ഓടുന്ന വണ്ടിയുടെ മുമ്പിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പശു അതിൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ സിസ്റ്റം 1 സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ അയ്യോ അപ്പോൾ ആ പശു നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പുറകിൽ. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്തകളാണ്. അല്ലാത്ത സമയത്ത് വണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ ഈ സിസ്റ്റം 1 ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. സിസ്റ്റം 1 ഉപയോഗിച്ച്, അതായത് പറഞ്ഞാൽ 95 തൊട്ട് 95 തൊട്ട് 98% വരെ തീരുമാനങ്ങൾ നമ്മൾ ലൈഫിൽ എടുക്കുന്നത് സിസ്റ്റം 1 കൊണ്ടാണെന്നാണ് പറയണത്. അതിനകത്ത് ഭൂരിഭാഗവും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. നമുക്ക് ഭൂരിഭാഗവും നമുക്ക് ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ളതിനേക്കാളും
കൂടുതൽ ആവശ്യമില്ല. ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്ക് അറിയണ അറിവ് മാത്രമാണ് ഏറ്റവും വലിയ അറിവെന്ന്. വാട്ട് യു സീ, അല്ലെങ്കിൽ ലിജിൻ കാണണത് മാത്രമാണ് ഏറ്റവും നല്ല അറിവ് എന്ന് ലിജിൻ വിചാരിച്ചിട്ട് ഒരു കാര്യം ലിജിൻ പെട്ടെന്ന് കൺക്ലൂഷനിലെത്താണ്. അപ്പോൾ ലിജിൻ ആ ചാക്ക് കാണുമ്പോൾ അങ്ങനെ പറഞ്ഞത് ലിജിൻ എവിടെയോ കണ്ട ലിജിൻ്റെ ഒരു അനുഭവം കൊണ്ട് ലിജിൻ തീരുമാനിക്കാം, ഓക്കെ ദിസ് ഈസ് ഇറ്റ്, ഞാനിങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവില്ല, അതിനെ എക്സ്പ്ലോർ ചെയ്യില്ല, അതെന്താണ് എന്തുകൊണ്ടായിരിക്കാം എന്ന് ലിജിൻ കടക്കണില്ലല്ലേ. ഇപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ സ്വയം ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഇപ്പോൾ ഈവൻ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലോ ബാക്കി ഏതെങ്കിലും നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുള്ള നല്ല കഥ പറയാനോ കഴിയുള്ള ആളുകളിൽ നമ്മൾ വീണ് പോകും. അത് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മൾ ചെറിയ വലിയ റിസ്കുകളെ നമ്മൾ കാണില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അത് എന്നാൽ ചിലപ്പോൾ ചെറിയ റിസ്കിനെ പോലും നമ്മൾ വലിയ റിസ്ക് ആയിട്ട് കണ്ടിട്ട് റിസ്കിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയില്ലേ, പേടിച്ച് വേണ്ട എന്തിനാ പരിഗണിക്കുന്നത്, നമ്മൾ ടെൻഷൻ അടിക്കില്ല വേണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക്. ആളുകൾ അതിനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സിസ്റ്റം 2 എന്ന് വെച്ചാൽ നമുക്ക് ഒരു 95%, അപ്പോൾ 5% ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ 5 to 10% സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ സിസ്റ്റം 2 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ആൻഡ് വാട്ട് ഡസ് ദാറ്റ് മീൻ? ലൈക്ക് എങ്ങനെ ഒരു നോർമൽ മനുഷ്യന് ഈ സിസ്റ്റം 2ലേക്ക് കൂടുതൽ എത്താൻ വേണ്ടി എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? സിസ്റ്റം 2ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം 2 അതിലും മടിയനാണ്. ഓക്കെ, കാരണം സിസ്റ്റം 1 ഫെയിലിയറായ മാത്രമേ സിസ്റ്റം 2 എഴുന്നേക്കുള്ളൂ. അല്ല, ഇപ്പം ലിജിൻ വണ്ടി നാച്ചുറലി ഇങ്ങനെ ഓടിച്ച് പോകാൻ കുഴപ്പമില്ല, പക്ഷേ പെട്ടെന്നൊരു കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ഇത് നമ്മൾ സിസ്റ്റം 1 കൊണ്ട് പറ്റണ കാര്യമില്ല, ആലോചിക്കണം, തീരുമാനങ്ങൾ എടുക്കണം, കൂടുതൽ കാര്യങ്ങളെ പറ്റി. ഇപ്പം ലിജിൻ ഇപ്പം ഇന്ന് സാധാരണ നമ്മൾ ഡ്രസ്സ് ഇട്ട് വരികയാണ് ഇപ്പോൾ പോണ പോലെ, പക്ഷേ ലിജിൻ നാളൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ കോംപ്ലിക്കേറ്റഡാണ്. കാരണം ഇതിന് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഏത് കളർ ഇടണം, അപ്പോൾ അത് ഏത് കളർ ഡ്രസ്സ് ഇട്ടാലാണ് എനിക്കതൊരു നമുക്കത് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കടന്നു പോകണം. ഇപ്പോൾ ഈവൻ നമ്മളൊരു പൈസ ലിജിന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ലിജിനൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കണമെങ്കിൽ കൂടുതൽ നമുക്ക് അതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ, അതിവിടെ കടന്നു പോയിട്ടുള്ള ആളുകളുടെ എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ്, അതെല്ലാം അറിഞ്ഞ് ചെയ്യേണ്ടതാണ് ഒരു സിസ്റ്റം 2 തിങ്കിങ് എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സാണ്. പക്ഷേ ഈ സിസ്റ്റം 2 നമ്മുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബേസിക്കലി. കാരണം സിസ്റ്റം 2 ഇപ്പോൾ ലിജിന ഒരു 33നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ലിജിന് ഒത്തിരി എനർജി വേണം. അപ്പോൾ ലിജിന് ഒത്തിരി എനർജി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ടൂൾസ് വേണ്ടി വരാം, ലിജിന് പേന വേണ്ടി വരാം കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ അതിന് നമ്മുടെ അറ്റൻഷൻ വേണം. അറ്റൻഷൻ വെരി ലിമിറ്റഡ് ആണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആ ലിമിറ്റഡ് അതിൻ്റെ അറ്റൻഷനെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കണത്. അപ്പം അതുകൊണ്ടും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എന്താ പറയുക, നമ്മൾ സിസ്റ്റം 2 ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള കുറേ തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് എന്തെങ്കിലും ആ സാധനം കാണുന്നു പെട്ടെന്ന് വാങ്ങുന്നു, ഒത്തിരി നമ്മൾ സ്റ്റഡി നടത്തില്ല, പക്ഷെ നമുക്ക് പണി കിട്ടും അവിടെ തന്നെ. നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ നമ്മൾ ചെന്നുകൊണ്ടും എങ്ങനെയെങ്കിലൊക്കെ പണി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു കാര്യങ്ങളെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാത്തൊരവസ്ഥയുണ്ടല്ലോ അത്. അപ്പോൾ അതാണ് ആ ഒരു സിസ്റ്റം 2ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സിസ്റ്റം 2 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരാണ്? ലൈക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇതിലേക്ക് പുഷ് ചെയ്ത് സിസ്റ്റം 2 കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്ത് ചെയ്യുന്നവരാണോ, അതോ ഇറ്റ്സ് സംതിങ് നമുക്കിങ്ങനെ ഈ സിസ്റ്റം 1 ഫെയിൽ ആകുമ്പോൾ മാത്രം കിട്ടുന്ന വസ്തുവാണ് സിസ്റ്റം 2? ഇപ്പോൾ ലൈഫിലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു പാറ്റേൺസ് ഉണ്ട് എന്ന് പറയാം ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ 10 തീരുമാനങ്ങൾ എടുത്തിരിക്കണത് പക്ക ഇമോഷണലി ആയിരിക്കാം, മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് ചില സമയത്ത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞാൻ ഇത്തിരിയും കൂടിയും മനസ്സിലാക്കണം. അപ്പം എങ്ങനെയുള്ള ആളുകളാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ലൈഫിൽ ഇപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ലോജിക്കില്ലാണ്ട് എടുക്കാൻ പാടില്ല. സിസ്റ്റം 2 പക്ക ലോജിക്കലാണ്. ഓക്കെ, ഇപ്പോൾ ലിജിന് പൈസ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനോ സാധ്യതയുള്ള തീരുമാനങ്ങളാണെങ്കിൽ സിസ്റ്റം 2 എടുക്കാണ്ട് നമ്മൾ ലോജിക്കലി ചിന്തിക്കാണ്ട് അതിലിറങ്ങി പോണതിൽ ഒരു മണ്ടത്തരമുണ്ട്. അല്ല, ഇപ്പം ഞാൻ ലിജിൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഞാൻ എവിടെ പൈസ ഇട്ടപ്പോൾ എനിക്ക് ഇത്ര കിട്ടിയെന്ന് പറഞ്ഞ് ലിജിന് അവൻ്റെ കയ്യിൽ പൈസ കൊടുക്കുമ്പോൾ യു ആർ ട്രൈങ് ടു നമ്മുടെ ആ ഒരു ഹാർഡ് ഏൺഡ് മണിയാണ് അത് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സിലും അതിൽ അത്തരം പ്രശ്നം വരാം. കാരണം നമ്മളൊരു
കോൺഷ്യസ് അല്ലാണ്ട് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ വായ തോന്നിയത് വളവള പറയുമ്പോൾ നമുക്ക് പണികൾ വരാം. കരിയറിൽ സിസ്റ്റം 2 നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിയറിൽ മുകളിലേക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ നമുക്ക് പക്ക നമുക്ക് ഡിസൈൻ നമുക്കൊരു ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ ഡാനിയൽ കെൽമാൻ പറയുന്നത് നമുക്ക് യു ഷുഡ് ബി ഏബിൾ ടു ഡിസൈൻ യുവർ ഡിസിഷൻസ് എന്നാണ് പറയുന്നത്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലൈഫിൽ ഇത്രയും നാളെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്തത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഞാൻ ലോജിക്കില്ലാണ്ട് തീരുമാനങ്ങൾ എടുക്കണം, ഞാൻ കണ്ടെടുത്ത് ചാടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാനൊരാളെ കണ്ടു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും. അതെ. അപ്പോൾ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു ഉപകാരം ഉണ്ടാവാൻ പോകില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് കുറച്ചും കൂടി ഒരു സിസ്റ്റം 2 ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കണതാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ ചെയ്യാന്ന് പറയാം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ മക്കൾ, ഭാര്യ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ ആവശ്യം ചിലപ്പോൾ സിസ്റ്റം 1 ആയിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ വൈഫിനെ അവൾ ചെയ്യണ കാര്യങ്ങൾക്ക് ഞാൻ ജഡ്ജ് ചെയ്യുകയാണെന്ന് കരുതാം. അപ്പോൾ ഒരു കാര്യം അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ വാസ് തിങ്കിങ് ഓക്കെ ഇതെന്തിനാണ് എന്നോട് ചോദിക്കേണ്ടത് ചെയ്യുന്നത്. നമ്മളങ്ങനെ വി മേക്ക് സ്റ്റോറീസ്. ഇപ്പോൾ സിസ്റ്റം 1 പക്ക സ്റ്റോറീസാണ്. അപ്പോൾ അതിൽ ഇമോഷനേക്കാളും നമുക്ക് എപ്പോഴും ലോജിക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കാം ഒരു കോൺഷ്യസ് ലിവിങ്ങിന് നല്ലത്. ഇപ്പോൾ ഈവൻ നമ്മൾ ഫാമിലി ഡിസിഷൻ അല്ല, ഏത് ഡിസിഷനിലാണെങ്കിലും ഇപ്പം നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയണതാണെങ്കിൽ നമ്മളൊരു ഒരു ബോധ്യമില്ലാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് മാത്രം വെച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ലോജിക്കലി കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണതല്ല നല്ലത്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ലിജിൻ പുസ്തകം നമുക്ക് ചിലപ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞ് പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണതായിരിക്കും നല്ലത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വെച്ച് അല്ലെ കേൾക്കണ കഥകൾ വെച്ച് മാത്രം അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കണതിനേക്കാളും അല്ലേ. അപ്പം ഐ തിങ്ക് എല്ലാ ഡിസിഷൻസിലും നമുക്കൊരു മിക്സ് ഓഫ് ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവാം. നമുക്ക് സിസ്റ്റം 2 ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. മീൻസ് വി നീഡ് ബോത്ത്. കാരണം അത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് പോലെയാണ്. പക്ഷേ നമ്മൾ ക്ലെവർ ആയിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റണം നമ്മളെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയില്ലേ. യു ഷുഡ് നോ വാട്ട് യു തിങ്കിങ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചിന്ത ഞാനിങ്ങനെ റാൻഡം കിട്ടണ ആ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ വെക്കും മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലി നമുക്ക് അതിനെ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഒരു സമറി ഞാൻ ഇതിനകത്തൊരു ഇതുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഇതിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ ഇമോഷണലായിട്ട് ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ്മെൻറ്റിലാവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം സോ ബേസിക്കലി യു ഹാവ് ടു ടെൽ യുവർ സെൽഫ് ടു സ്റ്റോപ്പ് ആൻഡ് തിങ്ക് ദാറ്റ് ഓക്കെ അത് അങ്ങനെയല്ല, ഞാൻ ജഡ്ജ് ചെയ്യുവാണ്, എനിക്ക് ഐദർ ഹാവ് ടു ലേൺ ഓർ ഐ ഹാവ് ടു ആസ്ക്. അപ്പം ഞാൻ ഭാര്യനെയാണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ പോയി ചോദിക്കുന്നത്, നീ ഇതാണോ ഉദ്ദേശിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിയർ റൈറ്റ്. അപ്പോൾ മക്കളുടെ അടുത്താണ് അങ്ങനെ തന്നെ. അതൊരു നല്ല വഴിയാണോ? ഐ തിങ്ക് ലിജിൻ അതിനേക്കാളും നമുക്ക് ഇറ്റ്സ് ബെറ്റർ ടു നോ യുവർ പാറ്റേൺ. അല്ലെങ്കിൽ എന്ത് എലമെന്റ് ആണ് എൻ്റെ പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഐ എം 95% ലൈക്ക് 99% ആണെന്ന് S1 ആണ് എൻ്റെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ Is it the best way to do ഇതായിരിക്കാവോ? അല്ല, ഐ തിങ്ക് 2 രീതിയിൽ അതിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഒന്ന് ഇപ്പം ലിജിൻ അതിനെ അക്നോളജ് ചെയ്യണം, ലിജിനെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് മൈ പാറ്റേൺ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നെക്സ്റ്റ് ടൈം ലിജിൻ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതിനേക്കാളും മുമ്പ് യു കുഡ് യൂസ് ദ സ്ട്രാറ്റജീസ് എന്ന് പറയില്ലേ. ഇപ്പം ലിജിൻ കഴിഞ്ഞ തവണ ഇമോഷണലി കാര്യങ്ങൾ കണ്ട് ചാടി പുറപ്പെടുന്നേക്കാളും തിങ്ക് അബൌട്ട് ഓക്കെ ഇതിനെ ഞാൻ ഇത്തിരി കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കുള്ളൂ. ഇമ്മീഡിയറ്റ് നമ്മൾ തീരുമാനത്തിലേക്ക് ചാടാണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പം ഇതിൽ സിസ്റ്റം 1 പവർഫുൾ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഡാനിയൽ കെൽമാൻ പറയുന്നത് നമ്മൾ ഇത്തിരിയും കൂടി ആളുകളുടെ നിന്ന് ഫീഡ്ബാക്ക് നമ്മളോട് തന്നെ ഫീഡ്ബാക്ക് എടുക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്തത് എന്തായിരുന്നു, അതിന് നിന്റെ റിഫ്ലക്ഷൻ, സോർട്ട് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ഡെലിബറേറ്റ്ലി നമുക്ക് ട്രെയിൻ ചെയ്ത് നമുക്ക് സിസ്റ്റം 1 നമുക്ക് ഇത്തിരി കൂടി പവർഫുൾ ആക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം ലിജിൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് ഫോൺ വാങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇങ്ങനത്തെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാനത് ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റ് ചെയ്ത് പുഷ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ സെയിം തന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യണ കാലത്ത് നമുക്ക് എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഓരോ സ്കില്ലും പഠിച്ചെടുക്കണത് എങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കോളജിക്കലി നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ പറയണതൊരു ട്രൈ ടു മേക്ക് എ പ്രിൻസിപ്പിൾ ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇങ്ങനെ
തീരുമാനങ്ങളെടുക്കും. ഇപ്പോൾ നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം, നമ്മൾ ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ട ബിസിനസ്സുകളെ പറ്റി നോക്കുമ്പോൾ ഒത്തിരി നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. കസ്റ്റമർ ബിഹേവിയർ എന്താണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മളിനി അതിന് ചെയ്യാൻ പോകുന്നത് വി ആർ ട്രൈങ് ടു ബിൽഡ് എ പ്രിൻസിപ്പിൾ. ഇതിങ്ങനെയായിരുന്നു, പക്ഷേ ഇനിയുള്ള തീരുമാനങ്ങൾക്ക് വി ആർ സെറ്റിംഗ് എ റൂൾ. ആ റൂൾസ് വെച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടില്ല. അനലിറ്റിക്സ്. കാരണം അതുകൊണ്ട് നമ്മൾ പാഠം പഠിച്ചു. അപ്പം നമ്മൾ അത് റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, എനിക്കത് മനസ്സിലായതുകൊണ്ട് എനിക്ക് പണിയെ കിട്ടണമെന്നത്. അപ്പം ഞാൻ ആ റൂൾസ് ഞാൻ മേക്ക് ചെയ്യാണ് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി സ്പേസിൽ, നമ്മുടെ ബിസിനസ് സ്പേസിൽ. നമുക്ക് പണി കിട്ടിയത് ഇങ്ങനെയാണ്, എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക്കലി നല്ല തീരുമാനങ്ങൾ എടുക്കാം, നമ്മൾ അസ്യൂം ചെയ്യാണ്ട്, ഐഡിയാസ് ഫാക്ടറി ക്രിയേറ്റ് ചെയ്യാണ്ട്, നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ തന്നെ. ഇപ്പോൾ മിക്ക ബിസിനസ്സുകളും പൊട്ടിപ്പോവാൻ കാരണം യെസ് വൺ തിങ്കിങ് ആണ്. കാരണം ഇപ്പം അതിൽ കുറേ പാറ്റേൺസിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കണ കാര്യം നമ്മൾ വിചാരിക്കണ പോലെ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇല്ല. അപ്പം അവിടെ അത് നമ്മുടെ സിസ്റ്റം വണ്ണാണ്, നമുക്ക് തിരിച്ചറിയണം. കാരണം അങ്ങനെയല്ല മാർക്കറ്റ്. അതിലൊരു മാർക്കറ്റ് ഉണ്ട്, ആളുകളാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും ചിലപ്പോൾ. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിൽ 15 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ 15 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മാസം 6 ലക്ഷം രൂപ ചിലവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ കൂടുതൽ ആളുകൾ S1 വെച്ചിട്ടാണ്. കാരണം നമുക്ക് ഇഷ്ടമാണ് ആ വീട്, ഈസിയാണ്. കാരണം നമുക്ക് വലിയ വീട് വേണം, ഇത് വേണം. നമ്മൾ എപ്പോഴും അണ്ടർ ബഡ്ജറ്റിംഗ് ആയിരിക്കും ആ വീട്. ഞാൻ 3 കോടിയിൽ അല്ലെങ്കിൽ 2 കോടിയിൽ മതി എന്ന് വിചാരിക്കും, 10 ലക്ഷത്തിൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അത് അവസാനിക്കുന്നത് 15-20 ലക്ഷത്തിലായിരിക്കും. കാരണം നമ്മൾ ഇമോഷണലിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നല്ല തീരുമാനങ്ങൾ എടുക്കാം. മനസ്സിലായോ? വീട്ടിൽ നമ്മുടെയൊക്കെ എല്ലാവരും മലയാളികൾക്ക് 10-20 മുറിയുള്ള വീടുകളുടെ എണ്ണം അതെല്ലാം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. നമുക്ക് വേണ്ടി അല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിക്കണം, നമ്മൾ മുമ്പ് പറയാറില്ല, നമ്മൾ ക്യാമറ തുടങ്ങുന്ന സമയത്ത് ആളുകൾ എന്ത് ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു പേടി. അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ S1-ഉം നമ്മളെപ്പറ്റി ചിന്തിക്കുമ്പോൾ S2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അയ്യോ അവൻ എന്നെപ്പറ്റി ജഡ്ജ് ചെയ്യും, എന്നെപ്പറ്റി നമ്മൾ അനലൈസ് ചെയ്യാണ്. അതായത് മറ്റുള്ളവരെ പറ്റി കാണുമ്പോൾ സ്ട്രെയിറ്റ് ജഡ്ജിങ് ആണ്. നമ്മൾ ചെയ്യുമെങ്കിൽ പോലും നമ്മൾ തിരിച്ചാ ചെയ്യുന്നത്. അതൊരു ഭയങ്കര എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം. ശരിയാട്ടോ, ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്നെപ്പറ്റി കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തോന്നാം, മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യണമെന്ന് തോന്നാം. പക്ഷേ വേറൊരാളെ പറ്റി ഞാൻ നേരെ കഥ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളാണെങ്കിലും ഇപ്പം മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ ഒരു കോഷ്യസ് ആയിരിക്കാം. അല്ലേ, നമ്മൾ ഇച്ചോടെ ഒരു ഇതാക്കി. പക്ഷേ ചില തീരുമാനം നമ്മളെടുക്കുമ്പോഴത്തേക്ക് നമ്മളാണ് ഇതിൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇമോഷണലി കുറച്ചുകൂടി ഇൻവെസ്റ്റഡ് ആയിരിക്കും. നമുക്ക് പേടിയാണ് ബേസിക്കലി മനുഷ്യൻ്റെ പേടിയാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാത്തിലും എളുപ്പവഴി നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാനും മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കണേ, അതിനെപ്പറ്റി കൂടുതൽ അറിയാണ്ട് ഞാൻ വെറുതെ അവിടെ എത്തി സെറ്റായിട്ടുള്ള ആളുടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ജീവിതം എങ്ങനെയുണ്ട്, സുഖമാണ് കയറി പോരെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ പരിപാടി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ ആൾക്ക് എളുപ്പപ്പഴിയാണല്ലോ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ എനിക്കൊന്നു ഇതൊരു നോർമലായിട്ടൊരു മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളാണ് അല്ലേ? അതെ. ഇപ്പം നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാതെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു S1 വെച്ച് നമ്മളൊരു തീരുമാനം എടുത്തിട്ട് അത് തെറ്റ് പറ്റിയാലും നമ്മൾ മനസ്സിലാക്കത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ദ ബ്രെയിൻ വിൽ ലെറ്റ് യു ഡു ദാറ്റ്. അതെ, കാരണം നമ്മൾ എപ്പോഴും എല്ലാവരും ഇത് തിരിച്ച് ലോജിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കുറയുമല്ലോ. പക്ഷേ അതിനേക്കാളും ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു നോ, ലൈക്ക് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ അവെയർ ആയിരിക്കും എന്ന് പറയില്ലേ. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ ആം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇനി എനിക്ക് എങ്ങനെ ഒരു കുറച്ചും കൂടി നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി ഡെലിബറേറ്റ്ലി ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈവൻ നമ്മൾ ബിസിനസ്സിന് നാട്ടിലേക്കുള്ള കാര്യങ്ങൾ ഇറങ്ങി പോവുകയാണെങ്കിലും ഐ എം ലേണിംഗ് ആസ് മച്ച് ആസ് ഐ ക്യാൻ. ഫിലിജിനും അതിലൊത്തിരി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും. കാരണം നമുക്ക് അറിയാം അവരിവരും പറഞ്ഞത് കേട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് അനുഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് അറിയാം, നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് നിന്ന് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ചെയ്യുവാണ് നമ്മൾ ചെയ്യണത് പ്രാക്ടിക്കലി, അല്ലേ? ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് മനസ്സിലെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നോടെ ചിന്തിച്ചിട്ട് ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം എടുത്ത തീരുമാനം അല്ലായിരിക്കാം നമ്മൾ എടുക്കുന്നത്. കാരണം ചിലപ്പോൾ ഇതേ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ പ്ലീസിന് ഇങ്ങനെ കേട്ടില്ലേ, ഇപ്പോൾ ആരോ ഈ സ്റ്റീവ് ബാർട്ട്ലെറ്റ് ഒക്കെ പോലെയുള്ള ആളുകൾ, മീൻസ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകൾ, മാർക്ക് സക്കർബർഗ്
ഒരേ ഡ്രസ്സ് ഇടുള്ളൂ. കാരണം ആ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയണുണ്ട്. അല്ലെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് ഏത് ഡ്രസ്സ് ഇടണം, ദേ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് ദ ടൈം. ഇപ്പോൾ ഇലോൺ മസ്ക് പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, ഇറ്റ് ഈസ് കോൾഡ് ഒരു പ്രിൻസിപ്പൽ തിങ്കിങ്, ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് എന്ന്. അപ്പോൾ അത് വെരി പ്രിൻസിപ്പിൾഡാണ് ആളുടെ ലൈഫിൽ. കാരണം അതുകൊണ്ടാണ് ആരും കാണാത്ത സ്വപ്നങ്ങൾ അയാൾ കാണുന്നത്. ഇപ്പോൾ സ്പേസ് എക്സ് ഇപ്പോൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് അവിടെ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാറ്ററിയിൽ ഓടുന്ന കാറ്, ഇതെല്ലാം പരാജയപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ആ ഒരു സിസ്റ്റം തിങ്കിങ് ആണ്, അതിനൊരു ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് ഇതിൽ പറയണതല്ല, വേറെ ബുക്കിൽ പറയണത്. കാരണം എന്താണ് അതിൻ്റെ കോർ എന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ബാറ്ററി ഓടുന്ന കാറാണെങ്കിൽ എന്തുകൊണ്ടാണ് ബാറ്ററി ഉണ്ടാക്കണത്, അവിടെ നിന്നാണ് ആ ചിന്ത തുടങ്ങുന്നത്. അല്ലാണ്ട് നമ്മളൊക്കെ ഇത്ര നാൾ ആളുകൾക്ക് ചെയ്തു, ഞാനിനിയില്ല, ഇനി അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നല്ലാണ്ട് അങ്ങനെ പല ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിൽ ആളുകൾ മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ സ്റ്റീവൻ ബാർട്ട്ലൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വെരി ഫാസിനേറ്റിംഗ്. കാരണം ഇതേ രീതിയിലുള്ള ഒരു ചിന്തയാണ് പുള്ളിയുടെ. പുള്ളി പോഡ്കാസ്റ്റ് ചെയ്യുമ്പം ഒരിക്കലും ചെരുപ്പിടത്തില്ല എന്ന്. ബിക്കോസ് ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഡസൻ ഫീൽ ലൈക്ക് എ ഹോം. നമ്മൾ വീട്ടിനുള്ളിൽ ചെരുപ്പിടാറ് അങ്ങനെ ഇടാറില്ലല്ലോ. അപ്പം ആ വീട് പോലെ എനിക്ക് ഫീൽ ചെയ്യണം, എന്നാലും എനിക്ക് കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതെന്ത് ലോജിക്കലാണ്, അതെന്ത് ചിന്തയത്. ഞാനകത്ത് പുള്ളിയുടെ ആ ഒരു മൈൻഡ് പോയ കാര്യം. ഇപ്പോൾ കാല് നിലത്ത് മുട്ടുമ്പം പുള്ളിക്ക് മനസ്സിലാണ് ഇറ്റ്സ് എ സേഫ് സ്പേസ്, ഇറ്റ്സ് ലൈക്ക് മൈ ഹോം. അപ്പോൾ എനിക്ക് കാഷ്വലായിട്ട് ആളോട് സംസാരിക്കുന്നത്, ഞാൻ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഫോർമലായിട്ട് സംസാരിക്കുന്നു. ദാറ്റ്സ് വണ്ടർഫുൾ. ഞാൻ നമ്മൾ ഈ സിസ്റ്റം 1 ചിന്തിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കുറേ ബിലീഫ്സ് ഉണ്ട്. നമ്മൾ കേട്ടതും പരിചയപ്പെട്ടതായിട്ടുള്ള കണ്ടിട്ടുള്ളതായിട്ടുള്ള കുറേ കഥകളിൽ നിന്നാണ് ആളുടെ ഫോട്ടോ പറഞ്ഞ പോലെ. അതെ, നമ്മൾ അത്തരം തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിധി വരെ. അങ്ങനെയാണ് ഡാനിയൽ കൺമാൻ പറയണത്. കാരണം നമ്മൾ സിസ്റ്റം 2 എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ, ഇപ്പോൾ ലിജിന് അത് ഡൗട്ട്ഫുൾ ആവണം, എങ്കിലാണ് നെക്സ്റ്റ് ലെവൽ ചിന്തിങ്ങിലേക്ക് പോകുള്ളൂ. ഡൗട്ട്ഫുൾ ആവാൻ നമുക്ക് ഇഷ്ടമല്ല, കാരണം ബ്രെയിൻ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എളുപ്പമാണ് ചെയ്യാറ്. ഓക്കെ, ദാറ്റ്സ് വെരി ഫാസിനേറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഈ ബുക്കിൻ്റെ ഒരു സിസ്റ്റം ചേഞ്ചറും കൂടെ ആയിരിക്കും ഈ ബുക്കല്ലേ. അതെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭാഗമുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത തവണ നമുക്ക് അടുത്ത സമയം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്ക് നമുക്ക് ഒരു എപ്പിസോഡ് ചെയ്യിച്ച ആളുകളുടെ ചിലപ്പോൾ സിസ്റ്റം 1 സിസ്റ്റം 2 അടിച്ചു. അതുകൊണ്ട് നമുക്ക് ലെറ്റ്സ് പീപ്പിൾ സിങ്ക് ഇൻ ടു സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ അടുത്ത ഇതിൽ പറയാം. അതെ, കാരണം ഇത് ഒത്തിരി ഡീപ്പ് ഡൈവ് ചെയ്ത് പോകേണ്ട ഒരു പുസ്തകം. കാരണം അതിലൊരു വാല്യൂ ഉണ്ട്. കാരണം നമ്മുടെ ഒരു ചിന്ത, നമ്മളതിൻ്റെ പാറ്റേൺ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളൊരു ചാടി പുറപ്പെടുന്ന ആളാണോ, ആലോചിച്ച് തീരുമാനിക്കുന്ന ആളാണോ, രണ്ടിനും ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ജീവിതം നമുക്ക് ചോയ്സസ് തരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളൊരു ഓവർ കോൺഫിഡൻ്റ് ആവണം ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു പ്രിൻസിപ്പിൾഡായിട്ട് ജീവിക്കാം, അത് നമുക്ക് അടുത്ത തവണ പറയാം. ഓക്കെ, അടിപൊളി. അപ്പോൾ താങ്ക് യു ശ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. സോ വി വിൽ സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ് ഫോർ ദ സെയിം ബുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ ഏത് തരം നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു S1 തിങ്കർ ആണോ S2 തിങ്കർ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് S1 S2 എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ഭൂരിഭാഗം ആളുകൾ മെജോറിറ്റി ആയിട്ട് നിങ്ങൾ S1 ആണ് S2 ആണോ, S2 ആണോ, രണ്ടും ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ നിങ്ങൾ മെജോറിറ്റി ഏതാന്ന് നോക്കാം, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.